SKN40 ജനകീയ യാത്രയിൽ അണിചേർന്ന് പാലക്കാട് ജില്ല. വടക്കഞ്ചേരിയിൽ നിന്ന് തുടങ്ങിയ ജനകീയ യാത്രയിൽ ഐക്യദാർഢ്യവുമായി നിരവധി പേരെത്തി. ലഹരിയെ ചെറുക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് യാത്ര. ജില്ലയിൽ പര്യടനം തുടരുന്നത്. ജനങ്ങൾ ഭീതിയുടെ നിഴലിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതൊക്കെ ഇല്ലാതാക്കാനാണ് നമ്മുടെ യാത്ര. മാർച്ച് 16-ാം തീയതി ആരംഭിച്ച ഈ യാത്ര 20-ാം തീയതി കോഴിക്കോട് മഹാസമ്മേളനത്തിൽ സമാപിക്കും. പുഴകളുടെയും പനകളുടെയും നാടായ പാലക്കാട് കൊടും ചൂടിനെ അവഗണിച്ചും നൂറുകണക്കിന് ആളുകൾ SKന്റെ കേരള യാത്രയിൽ പങ്കാളികളായി. വടക്കഞ്ചേരിയിൽ നിന്ന് മോർണിംഗ് ഷോയോടെ തുടക്കം. ചെറുപുഷ്പം സ്കൂളിൽ ഐക്യദാർഢ്യവുമായി നാടിന്റെ ജനമനസ്. ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി കായികാധ്യാപകരും കായിക പ്രേമികളും ചെറുപുഷ്പം സ്കൂളിലേക്കെത്തി. തരൂർ MLA PP സുമോദ യാത്രയുടെ ഭാഗമായി. കഞ്ചാവിനൊന്നും വലിയ ഇതില്ല, കഞ്ചാവല്ല ഇപ്പൊ MDMA അങ്ങനെയുള്ള പണ്ട് സ്കൂളുകളിൽ നോർമലി കാണുന്ന സാധനം ഹാൻഡ്സ്, കൂൾ അങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പൊ അതെല്ലാം മാറ്റം വന്ന് കഞ്ചാവായിരുന്നു അതിന് ആദ്യം തുടക്കം കുറിച്ച്, പിന്നെ ഇപ്പൊ എല്ലാം മാറി ഹൈ ലെവൽ സാധനങ്ങളൊക്കെ. തീർച്ചയായും പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ PNC മേനോന്റെ ശോഭ അക്കാദമിയിലേക്കും ജനകീയ യാത്രയുമായി SKNും സംഘവും എത്തി. പുലർകാലെ പോയ മകനെ കാത്തിരിക്കുന്നോരമ്മയുടെ കണ്ണിൽ ഉറക്കച്ചടവല്ല, ഭീതിയുടെ കടലാഴങ്ങൾ അലയടിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള ബഹുമതി കരസ്ഥമാക്കിയ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലും ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി ഒത്തുചേരൽ. ഇത് അതിഗംഭീരമായ ഒരു ക്യാമ്പയിനാണ്. കേരളീയ സമൂഹത്തിൽ പ്രായവ്യത്യാസമില്ലാതെ, മറ്റൊരു ഭേദവുമില്ലാതെ, ജാതിമത ഭേദമോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ ഏറ്റെടുക്കേണ്ട ഒരു മഹത്തായ ക്യാമ്പയിനാണ്. ഇതിനെ മറികടക്കുക, ഇതിനെ അതിജീവിക്കുക എന്നത് കേരളത്തിൻ്റെ നിലനിൽപ്പിനും മുന്നോട്ട് പോക്കിനും അനിവാര്യമാണ്. അതിന് താങ്കളുടെ ഈ ശ്രമവും ഏറെ ഗുണകരമാവും. എല്ലാ ആശംസകളും. മുൻമന്ത്രിമാരായ KE ഇസ്മായിലും VC കബീറും ജനകീയ യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി എത്തി. വൈകിട്ട് പാലക്കാടിനെ അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മലമ്പുഴയിൽ ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ. ഇന്നത്തെ യുവജനങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ദൗത്യമായിട്ട് വരുന്നത്. രാത്രി പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ടോപ്പ് ഇൻ ടൗൺ ഗാർഡനിൽ ഇന്നത്തെ യാത്ര സമാപിക്കും. നാളെ വീണ്ടും ഒറ്റപ്പാലത്ത് നിന്ന് ആരംഭിക്കും. 24 പാലക്കാട്.